നമ്മൾ മെത്രാന്മാരാണ്, വൈദികരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ സഭ വെറുതെ നിന്ന് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെടുകയാണ്. കൃത്യസമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് അതും കൂടി ഒന്ന് വിലയിരുത്തി സത്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. പലരും എന്നെ ഉപദേശിക്കാറുണ്ട്, പിതാവ് ഇങ്ങനെ ആവശ്യമില്ലാത്തതിനൊന്നും പോകരുത്. ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്തതല്ല, നമ്മുടെ സഭയാണ് മുറിപ്പെടുന്നത്. വിമർശിക്കുന്നവന്റെ വായടപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വ്യക്തിപരമായിട്ട് വിമർശിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാനൊരു ആശയം പറഞ്ഞാൽ ആശയത്തെ അല്ല അവർ വിമർശിക്കുന്നത്, എന്നെയായിരിക്കും. സഭയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: പീഡനങ്ങൾ ഉണ്ടാവും, ദുരിതങ്ങൾ ഉണ്ടാവും, തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, നിങ്ങളെ കള്ളസാക്ഷ്യം പറഞ്ഞ് കോടതി കൊണ്ടുപോകും. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കുറ്റങ്ങൾ പറഞ്ഞ് നിങ്ങളെ ജനങ്ങൾ വിചാരണ ചെയ്യും. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിൽ എന്നെ വിമർശിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വിമർശിക്കുന്നതിലൂടെ ഞാനിട്ട പോസ്റ്റ് അവരുടെ സർക്കിളിൽ കൂടെ കുറെ പേരൂടെ കാണും. എപ്പോഴും പുഞ്ചിരിക്കുന്ന നല്ലിടയൻ, ന്യൂജൻ ബിഷപ്പ്, സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യത തിരിച്ചറിഞ്ഞ് അവയെ സഭയുടെയും സമുദായത്തിന്റെയും വളർച്ചയ്ക്കായി പ്രയോജനപ്പെടുത്തിയ ഇടയ ശ്രേഷ്ഠൻ, സ്വതസിദ്ധമായ പ്രസംഗ ശൈലിയിലൂടെ സമുദായത്തിന് പ്രവാചക ധീരതയോടെ കൃത്യമായിട്ടുള്ള അവബോധങ്ങൾ നൽകുന്ന അഭിമന്യ പിതാവ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പിതാവിന്റെ ഇടയ ശുശ്രൂഷ, ഒപ്പം തന്നെ സഭയെക്കുറിച്ച്, സീറോ മലബാർ സഭയെക്കുറിച്ച്, ചങ്ങനാശ്ശേരി അതിരൂപതയെക്കുറിച്ച് പിതാവിനുള്ള സ്വപ്നങ്ങൾ, കാലികമായ വെല്ലുവിളികളിലൂടെ സഭ കടന്നു പോകുമ്പോൾ അതിനോടുള്ള പിതാവിന്റെ കാഴ്ചപ്പാടുകൾ, അതിനെപ്പറ്റി നമുക്ക് പിതാവിൽ നിന്ന് ചോദിച്ചറിയാം. പിതാവെ, ഒത്തിരി സ്നേഹത്തോടെ അങ്ങ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു പാരമ്പര്യമുള്ള ഒരു അതിരൂപതയാണ്. ആ ഒരു അതിരൂപതയുടെ ഒരു ഇടയ സ്ഥാനത്തേക്ക് അങ്ങ് തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ് എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഒരു സൂചന ലഭിച്ചപ്പോൾ അങ്ങയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ഒരു ചിന്ത എന്തായിരുന്നു? ഓരോ തെരഞ്ഞെടുപ്പും നമ്മളിൽ ഒരു തരത്തിലൊരു വലിയ വിസ്മയമാണ് ഉണർത്തുന്നത്. ദൈവമേ, എന്തുകൊണ്ട് ഞാൻ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ നിന്ന് ഉയരുക. അത് വൈദികനായപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിസ്മയമുണ്ട്. പിന്നീട് വൈദിക ശുശ്രൂഷയിൽ പൗരോഹിത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ കരങ്ങളിൽ നമ്മൾ സംവഹിക്കുകയാണ്. നമ്മൾ കുറവുകളുള്ള മനുഷ്യരാണ്, ബലഹീനതകളുള്ള മനുഷ്യരാണ്. പക്ഷെ നമ്മളെ കർത്താവ് അങ്ങ് വിശ്വസിച്ച് വിശുദ്ധ രഹസ്യങ്ങൾ നമ്മളെ അങ്ങ് പരികർമ്മം ചെയ്യാൻ ഏൽപ്പിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യൻ എത്രമാത്രം വില തരുന്നെന്നും ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നെന്നും ഒക്കെയുള്ള ഒരു വലിയ അനുഭവം. അതിനുശേഷം മെത്രാനായിട്ട് 7.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ മെത്രാൻ സ്ഥാനത്തേക്ക് വന്നത്. അന്നും ഇതുപോലൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്ന, ദൈവമേ എന്തുകൊണ്ടാണ്? അപ്പൊ എൻ്റെ മനസ്സിലേക്ക് അന്ന് വന്ന ഒരു ചിന്ത, നീ ഇത്രയും നാളും കൂടുതൽ സ്നേഹിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇച്ചിരി കൂടെ സ്നേഹിക്കാൻ വേണ്ടി നിന്നെ കർത്താവ് തെരഞ്ഞെടുത്ത് മനുഷ്യരുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ 7 വർഷങ്ങൾ കടന്നുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അതിരൂപതയുടെ മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് കർത്താവ് വിളിക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു സന്ദേശം, ഞാനത് ആദ്യത്തെ ദിവസം തന്നെ പങ്കുവച്ചതാണ്. കർത്താവ് നമ്മളെ കൂടുതൽ വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ കർത്താവ് നമ്മളെ അങ്ങ് വിശ്വസിക്കുകയാണ്. അത് തിമോഥെയോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അവന്റെ ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ചതിലൂടെ ഞാൻ വിശ്വസ്തനായി അവിടുന്ന് കണക്കാക്കി. ആ വിളിയിലൂടെ കർത്താവ് നമ്മളെ അങ്ങ് വിശ്വസ്തനായി അങ്ങ് കരുതുകയാണ്. അല്ലാതെ നമ്മൾ ഈ വിശ്വസ്തത തെളിയിച്ചിട്ടോ ഒന്നുമല്ല. അതുകൊണ്ട് മനസ്സിൽ ആ ഒരു വലിയൊരു ചിന്തയാണ് വന്നത്. വലിയൊരു അയോഗ്യതാബോധവും ഒക്കെയാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. പക്ഷേ കർത്താവ് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുവെന്നും കർത്താവ് കരുതുന്നുവെന്നും ഇത് കർത്താവിന്റെ സഭയാണ്, നമ്മുടെ സഭയൊന്നും അല്ല, തമ്പുരാന്റെ ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നും ഒക്കെയുള്ള ഒരു വലിയ ഒരു ഉറപ്പ് അത് മനസ്സിലെപ്പോഴും ഉണ്ട്. 1887 മുതൽ 2024 വരെയുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിപ്രഗത്ഭരായിട്ടുള്ള ഇടയന്മാരാണ് ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ചത്. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ എന്ത് പറയുന്നു, ആ ഒരു കാര്യത്തെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് സഭയും സമൂഹവും പൊതുസമൂഹവും ഒക്കെ നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ 2 അഭിമന്യ പിതാക്കന്മാർ നാമകരണ നടപടികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പിതാവ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തുന്ന ആളാണ്, ശ്രദ്ധേയമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. അപ്പോൾ പുതിയൊരു അധ്യക്ഷ പദവി, പുതിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഭയം മനസ്സിലൂടെ കടന്നുപോയി? തീർച്ചയായിട്ടും ഒത്തിരി ഭയമുണ്ട് കേട്ടോ.
അത് അധികം പേരൊന്നും ശ്രദ്ധിക്കാറില്ലെങ്കിലും ഉള്ളിൽ നല്ല ഭയമുണ്ട്. കാരണം വിശുദ്ധരും പ്രഗത്ഭരുമായ പിതാക്കന്മാരുടെ ശ്രേണിയിലേക്കാണ്. ഞാൻ കബറടപ്പള്ളിയിൽ പോയപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു, ഇവരുടെ കൂടെ ഇവിടെ കബറടങ്ങാനുള്ള യോഗ്യതയൊന്നുമില്ല, പക്ഷെ നമുക്കേതായാലും ഒരു സ്ഥലം ഉറപ്പായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എവിടെ ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും അല്ലല്ലോ. ഞാൻ എപ്പോഴും എൻ്റെ അച്ഛന്മാരോട് പറയും, ഇത് പത്രത്തിൽ പരസ്യം കണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആരും മെത്രാനാവുന്നതല്ലല്ലോ. അത് ഒരാളെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നാണ്. നമ്മൾ വൈദികരും എല്ലാവരും തന്നെ നമ്മളെ ജനങ്ങൾ തിരഞ്ഞെടുത്തൊന്നുമല്ല, നമ്മുടെ ദൈവം തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കൈവെപ്പിലൂടെയാണ്, മോളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതല്ല. നമ്മളൊക്കെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പോലും ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. പക്ഷേ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് പ്രത്യേകിച്ച് ഒരു ദിവ്യ രഹസ്യങ്ങൾ ഏൽപ്പിച്ച് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ ഒരു ആശ്വാസമുള്ളത്, ഒരു നൂറ്റാണ്ടിലേറെയായി പിതാക്കന്മാരുടെ നല്ല ഒരു നേതൃത്വം ഈ അതിരൂപതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അതിരൂപതയിൽ നിന്ന് 3 രൂപതകൾ പിരിഞ്ഞുപോയി, പാലാ, കാഞ്ഞിരപ്പള്ളി, തക്കല രൂപതകൾ. തക്കല രൂപതയാണെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ മിഷൻ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ആ രീതിയിൽ നല്ല പ്രേക്ഷിത തീക്ഷ്ണതയുള്ള ഒരു വൈദിക സമൂഹം, ജനങ്ങള്, അതുപോലെ നല്ല സഭാത്മകമായ പരിശീലനം കിട്ടിയ ഒരു സമൂഹമാണ്. അത് പിതാക്കന്മാരെല്ലാം ആ ഒരു രീതിയിൽ എപ്പോഴും സഭയോടുള്ള ഒരു വിധേയത്വത്തിൽ സമൂഹത്തെ വളർത്തിയെടുത്തു. അത് ഒരു വലിയ ആശ്വാസമാണ്. കാരണം വലിയൊരു സാക്ഷ്യവുമാണല്ലോ. ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ വരുമ്പോഴും ശാന്തതയോടുകൂടി ഒരു ജനസമൂഹം മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ ദൈവാനുഗ്രഹവും കൃപയും സാക്ഷ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ ഭയപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും. പിതാവിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പിതാവ് പൊതുമധ്യത്തിൽ ഒരു പുഞ്ചിരിയോടുകൂടി അല്ലാതെ പ്രത്യക്ഷപ്പെടാറില്ല. ഏത് സാഹചര്യത്തിലും പിതാവിന്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുണ്ട്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ നിസ്സാരമായിട്ടുള്ള ഒരു എതിർപ്പ് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു സ്ഥിതിവിശേഷം. പിതാവ് വളരെയധികം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ പിതാവിനുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും എങ്ങനെയാണ് ഈ പുഞ്ചിരി മായാതെ കാത്തു സൂക്ഷിക്കുന്നത്? എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത് കേട്ടോ. സങ്കടങ്ങളും ആശങ്കകളും വേദനകളും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കർത്താവ് തരുന്ന ഒരു വലിയ ഉറപ്പുണ്ടല്ലോ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സഭയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പീഡനങ്ങൾ ഉണ്ടാവും, ദുരിതങ്ങൾ ഉണ്ടാവും, തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, നിങ്ങളെ കള്ളസാക്ഷ്യം പറഞ്ഞ് കോടതി കൊണ്ടുപോകും, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കുറ്റങ്ങൾ പറഞ്ഞ് നിങ്ങളെ ജനങ്ങൾ വിചാരണ ചെയ്യും, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയാണ്. അതൊരു വലിയൊരു ഉറപ്പാണ്. നമ്മളാരും നമ്മുടെ കഴിവിലോ അല്ലെങ്കിൽ ജനങ്ങളെ കണ്ടോ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതല്ലോ, നമ്മൾ ദൈവത്തെ കണ്ടു വരുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. എന്റെ വിചാരം ക്രൈസ്തവ സമൂഹം ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ലെന്നുള്ളതാണ്. നമുക്ക് വെല്ലുവിളികളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. കാരണം വെറും 12 പേരിൽ നിന്നാണ് 140 കോടിയായിട്ട് മാറിയത്. അല്ലെങ്കിൽ ക്രൈസ്തവര് മൊത്തം കൂടുമ്പോൾ അതിലും കൂടും. അപ്പോ വെറും 12 പേരിൽ നിന്ന് ഇത്രയും പേരെ കർത്താവിന് ശിഷ്യന്മാരായി അല്ലെങ്കിൽ വിശ്വാസികളായിട്ട് ലഭിച്ചെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് ആശങ്കപ്പെടേണ്ടത്? നമ്മള് ആള് കുറയുന്നോ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നുള്ളൊരു ചിന്തയാണ് എന്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യാശയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ സാധിക്കുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, സഭയെ ബാധിക്കുന്ന വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും മാധ്യമ ഒരു പ്രവർത്തന എന്ന നിലയിൽ പ്രത്യേകിച്ച് പിതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പലപ്പോഴും നോക്കാറുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ഈ ഫേസ്ബുക്കിലൂടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയുന്ന പിതാക്കന്മാർ കുറവാണ്. നമുക്ക് ഇന്ത്യക്ക് പുറത്ത് നമുക്കറിയാം, കർദിനാൾ റോബർട്ട് സാര, കർദിനാൾ ബുർക്കിനെ പോലുള്ളവരൊക്കെ കൃത്യമായ നിലപാടുകൾ പറയാറുണ്ട്. അപ്പോൾ അതിലൂടെ ജനങ്ങൾക്ക് സഭയുടെ ഒരു നിലപാട് എന്താണ്, കൃത്യമായിട്ട് ഇപ്പൊ മാധ്യമങ്ങൾ ഒരു തരത്തിൽ ആ ഒരു വിഷയത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പക്ഷെ അതല്ല ഇതാണ് എന്ന് പലപ്പോഴും പിതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു ശൈലി തെരഞ്ഞെടുത്തത്? പ്രത്യേകിച്ച് അതിന്റെ അകത്ത് കുറേയധികം ഒരു റിസ്ക് എലമെന്റ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമ്മുടെ സഭ ഒത്തിരി നന്മയുള്ള ഒരു സഭ, സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന ഒരു സഭ. വെറുതെ എന്തിനാണ് തെറ്റിദ്ധാരണകളുടെ പേരിൽ സമൂഹത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നത്?
അത് പലപ്പോഴും എന്റെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മെത്രാന്മാരാണ്, വൈദികരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ സഭ വെറുതെ നിന്ന് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന സത്യം നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അത് ചിലപ്പം പൊതു മാധ്യമങ്ങൾ നമ്മളെ വിളിക്കത്തില്ല. കാരണം സഭയുടെ നേരിന്റെ പക്ഷം പറയുന്നവരെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ചകൾക്കൊന്നും വിളിക്കത്തില്ല. അവർക്ക് ആവശ്യമുള്ളത് സഭയുടെ പേരിൽ നിന്ന് തല്ലുകൊള്ളുന്ന കുറച്ചു പേരെയാണ്. അവരെ തന്നെ അവർ തെരഞ്ഞുപിടിച്ച് എല്ലാ ചർച്ചയ്ക്കും കൊണ്ടുവരും. അല്ലെങ്കിൽ സഭയ്ക്കെതിരെ പറയുമെന്ന് ഉറപ്പുള്ള നല്ല സത്യക്രിസ്ത്യാനികളുടെ പേരുള്ളവരെ മാത്രം, അത് വൈദികരാണെങ്കിലും കന്യാസ്ത്രീകളാണെങ്കിലും അവർ തെരഞ്ഞുപിടിച്ചു കൊണ്ടുവരും. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് ഈ ഡിജിറ്റൽ ലോകം നമുക്ക് തരുന്ന ഒരു വലിയ സാധ്യതയാണ്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും നമുക്ക് ജനത്തോട് പറയരുതോ? ഒരുപക്ഷെ ഒരു പത്രത്തിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഫേസ്ബുക്കിൽ നമ്മുടെ ആശയങ്ങൾ കാണുന്നു. അതിനെതിരെ കുറ്റം പറയുന്നവരോ വിമർശിക്കുന്നവരോ കാണും. എനിക്ക് വിമർശിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഒരു പോസ്റ്റിനെ ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ അയാളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ പോസ്റ്റ് കിട്ടും. അത് വളരെ നല്ലതാണ്. കാരണം വ്യത്യസ്തമായ ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുക. ഇപ്പൊ ഈ ജനങ്ങളുടെ ജനാഭിപ്രായത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ മാധ്യമങ്ങളുടെയും ലക്ഷ്യം. ജനങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിക്കുമ്പോൾ നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല. ആ കൃത്യസമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് അതും കൂടെ ഒന്ന് വിലയിരുത്തി സത്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് തന്നെയാണ് പരിശുദ്ധ പിതാവ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ഡിജിറ്റൽ മിഷണറിമാരാവണം. ബെനഡിക്ട് 16 മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എല്ലാവരും ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങണം, യൂട്യൂബ് നിങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ ബെനഡിക്ട് 16 നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. അത് നല്ലൊരു സുവിശേഷവൽക്കരണ മാധ്യമമാണ്. സഭയുടെ സത്യം സമൂഹ മധ്യത്തിൽ അറിയിക്കാനുള്ള ഒരു മാധ്യമമാണ്. അത് പലപ്പോഴും സഭ ഇങ്ങനെ അകാരണമായിട്ട് വേദനിക്കുമ്പോൾ എന്റെയും മനസ്സ് ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. വെറുതെ എന്തിനാണ്? നമ്മുടെ ഈ സത്യം ഉണ്ടല്ലോ, ഐ കാൻ ബി ടെൽ ദ ഹോൾ വേൾഡ് അബൌട്ട് അവർ ട്രൂത്ത്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളത്. പലരും എന്നെ ഉപദേശിക്കാറുണ്ട്, പിതാവ് ഇങ്ങനെ ആവശ്യമില്ലാത്തതിനൊന്നും പോകരുത്. ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്തതല്ല, നമ്മുടെ സഭയാണ് മുറിപ്പെടുന്നത്. നമുക്ക് അതിനകത്ത് ഇടപെട്ടേ പറ്റൂ. ഈ മാധ്യമങ്ങളായിട്ട് ബന്ധപ്പെട്ട പിതാവ് അടുത്തൊരു ചോദ്യം. പിതാവ് സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കേരള സഭയെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിൽ ഒരു പ്രൈം മൂവറാകാൻ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ആദര ശുശ്രൂഷ മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, അച്ചടി മാധ്യമ മേഖലയായിക്കോട്ടെ. പക്ഷേ പലപ്പോഴും ഈ മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ മേഖലയിൽ, പിതാവ് നേരത്തെ സൂചിപ്പിച്ചൊരു പോയിന്റ് തന്നെയാണ്, ദൃശ്യമാധ്യമ മേഖലയിൽ ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ, അതിന്റെ ഒരു സാധ്യത തിരിച്ചറിയുന്നതിൽ സഭയ്ക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? പലപ്പോഴും ചില വിഷയങ്ങളിൽ കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു പ്രതികരണമൊക്കെ പലപ്പോഴും വരുന്നത്. അതൊരു വീഴ്ച സംഭവിച്ചതായിട്ട് പിതാവിന് തോന്നുന്നുണ്ടോ? പ്രതികരണങ്ങൾ പലപ്പോഴും താമസിക്കാറുണ്ട്. കാരണം സഭയ്ക്ക് പല രീതിയിലുള്ള പരിമിതികളുണ്ട്. ഒന്ന്, നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അത് ചിലപ്പോൾ അയാളെ കൂടെ ഉൾപ്പെടുന്ന ഒരു വിഷയമാണെങ്കിൽ സഭ ആദ്യം ചിന്തിക്കുന്ന അയാളുടെ പ്രൈവസി, അയാളുടെ മാന്യത നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ അത് സാരമില്ല, അത് പ്രതികരിച്ചില്ലല്ലോ, അത് ആ വഴി അങ്ങ് പൊക്കോളൂല്ലോ, നമ്മളായിട്ട് അയാളുടെ കുടുംബത്തെ വേദനിപ്പിക്കണ്ട. ആ രീതിയിലൊക്കെയാണ് പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ പലപ്പോഴും താമസിച്ചു പോകുന്നത്. ചിലപ്പോഴെങ്കിലും ഞങ്ങൾ വിചാരിക്കുന്നു പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മാധ്യമങ്ങൾ മുഴുവനും കൂടെ ചർച്ച ചെയ്യാൻ തുടങ്ങും, അതിനേക്കാളും ഭേദം പ്രതികരിക്കാതിരുന്നേക്കാം, അങ്ങ് പൊക്കോളും. അങ്ങനെയൊക്കെ അതിൻ്റെതായ കുറവുകൾ, വീഴ്ചകൾ വന്നിട്ടുണ്ട്. സഭയ്ക്ക് തന്നെ അതിൻ്റെതായ കുറവുകൾ വന്നിട്ടുണ്ട്. അതേസമയം ചില കാര്യങ്ങളിൽ കുറച്ചും കൂടെ വേഗതയിൽ പ്രതികരിക്കണമായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. മാധ്യമ കമ്മീഷന്റെ ഭാഗമായതുകൊണ്ട് തന്നെ വേഗമെന്നുള്ള പ്രതികരണം ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെതായ രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സത്യം പറയാൻ സാധിക്കുന്ന വ്യക്തികൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പൊ തന്നെ ഷെക്കൈന ടെലിവിഷൻ ഉള്ളത് കൊണ്ട് മാത്രം എത്രയോ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ അറിഞ്ഞു. ഞാന് നമ്മുടെ ഈ അടുത്ത നാളിലൊക്കെ ഉണ്ടായി നമുക്ക് ഏറെ വേദനാജനകമായ പല കാര്യങ്ങളിലും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വന്നപ്പോൾ ഈ ഷെക്കൈന ചാനൽ മാത്രമായിരുന്നു ഒറ്റയാൾ പട്ടാളം പോലെ നിന്ന് പ്രതിരോധിച്ചത്. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചാനലുകളെയും കർത്താവ് തന്നെ ക്രമീകരിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും അതിൻ്റെതായ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കും. പിതാവിന്റെ പല പ്രസംഗങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അതിനകത്തൊരു ആത്മീയ ഉപദേശം മാത്രമല്ല, എപ്പോഴും ഒരു സമുദായം എന്നൊരു കാഴ്ചപ്പാട് പിതാവ് പങ്കുവെക്കാറുണ്ട്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് പലപ്പോഴും വളരെയധികം അപ്ഡേറ്റഡ് ആയിരിക്കും. ഈ കാലിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വിഷയം പിതാവിന്റെ പല പ്രസംഗങ്ങളിലും ഉൾപ്പെടുത്താറുണ്ട്. ഈ തിരക്കുകൾക്കിടയിൽ എങ്ങനെ പിതാവ് ഇത്ര ഒരു അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ സാധിക്കുന്നു? ഈ പത്രം വായിക്കുക എന്ന് പറയുന്നത് പണ്ടേ ഒരു ദുശ്ശീലമാണ്. പത്രം വായിക്കാതെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. പിന്നെ ഇപ്പോൾ അധികം ടെലിവിഷൻ വാർത്തകളും
ചാനലുകളും ഒന്നും കാണാനായിട്ട് ഇപ്പൊ അധികം സമയം കിട്ടുന്നില്ല. പക്ഷെ എങ്കിലും ആനുകാലികങ്ങൾ വായിക്കാനായിട്ട്, യാത്രകളിലും ഒക്കെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അത് ജനങ്ങൾ ജീവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് നമുക്കൊരു സുവിശേഷത്തിന്റെ സന്ദേശം കൊടുക്കാൻ സാധിച്ചാൽ അത് വളരെയേറെ ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് മാറും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരികയാണ്. നമ്മൾ ഒരു സുവിശേഷ വ്യാഖ്യാനം നടത്തുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വായിച്ച് അതേപടി പറയുകയല്ലല്ലോ. നമ്മൾ വചനം വായിച്ച് ധ്യാനിച്ചിട്ട് ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ കടന്നു വരാറുള്ളത്. അത് ഒരു കയ്യിൽ ബൈബിളും മറ്റൊരു കയ്യിൽ പത്രവും വെച്ചുകൊണ്ട് വേണം സുവിശേഷ പ്രസംഗത്തിന് ഒരുങ്ങാം എന്നുള്ള ഗുരുക്കന്മാരുടെ ഉപദേശം പോലെ തന്നെയാണ്. പിതാവ് ഇത്തരത്തില് പ്രതികരിക്കും. നമുക്കറിയാം, ഒരു മിണ്ടാതിരിക്കുന്ന ഒരാൾക്കെതിരെ വിമർശനങ്ങളൊന്നും വരത്തില്ല. പിതാവ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നു. പ്രസംഗങ്ങളിലൂടെ വളരെ ചടുലമായിട്ടുള്ള രീതിയിൽ പിതാവിന്റെ ശൈലിയിൽ തന്നെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ, അത് സഭയ്ക്കെതിരെ ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. സമുദായ ബോധത്തിന്റെ ആവശ്യകത പിതാവ് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ വിമർശനങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. ഈ വിമർശനങ്ങളെ പിതാവ് എങ്ങനെ നോക്കിക്കാണുന്നത്? വിമർശനങ്ങൾ രണ്ടു തരത്തിലുണ്ട്. വിമർശിക്കുന്നവന്റെ വായടപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വ്യക്തിപരമായിട്ട് വിമർശിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാനൊരു ആശയം പറഞ്ഞാൽ ആശയത്തെ അല്ല അവർ വിമർശിക്കുന്നത്, എന്നെ ആയിരിക്കും. അപ്പൊ ഞാനത് വായിച്ചിട്ട് മനസ്സ് ഡൗൺ ആയി, ഇനിയിപ്പം വേണ്ട എന്നങ്ങ് തീരുമാനിക്കും. അതേസമയം ആശയങ്ങളെ വിമർശിക്കുന്നവരുണ്ട്. അത് കുറച്ചും കൂടെ മാന്യതയുള്ള ഒരു വിമർശനമാണ്. അത് നമുക്കും കുറച്ചും കൂടെ ഇൻഫർമേറ്റീവ് ആണ്. നമുക്കും അവരുടെ ആംഗിളിൽ ഒന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ മറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്കൊരു പ്രേരണയാവും. നമ്മുടെ നാട്ടിൽ കൂടുതലും കണ്ടുവരുന്നത് വ്യക്തികളെ വിമർശിക്കലാണ്. അപ്പൊ അത് കേട്ടിട്ട് നമ്മൾ വിഷമിക്കരുത്. നമുക്ക് ഒരു സന്ദേശം കൊടുക്കാൻ, ഇവർക്ക് നമ്മൾ ക്രൈസ്തവരെപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ഒരു സന്ദേശം, ഒരു സുവിശേഷം കയ്യിലുള്ളവരാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ചിലപ്പോൾ നമ്മളെ കല്ലെറിഞ്ഞിരിക്കും, നമ്മളെ കുറ്റം പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ എന്നെ വിമർശിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വിമർശിക്കുന്നതിലൂടെ ഞാനിട്ട പോസ്റ്റ് അവരുടെ സർക്കിളിലും കൂടെ കുറെ പേരൂടെ കാണും. അപ്പോ അങ്ങനെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ആരും വിമർശിക്കുന്നില്ലെങ്കിൽ അത് വളരെ കുറച്ചുപേരെ കാണത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ സങ്കടമായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ധീരതയോടുകൂടി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇത്രയും നന്മകളുള്ള ഒരു സമൂഹം, ഉദാഹരണത്തിന് കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം കൊടുത്ത് ഒരു സമൂഹം, നമ്മളെ വിദ്യാഭ്യാസ കച്ചവടക്കാരെന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ ആക്ഷേപിക്കുമ്പോൾ, ഇവിടെ ജാതി തിരിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയ ഒരു കാലഘട്ടം തേടി ഒത്തിരി ദൂരോട്ട് പോകണ്ട, ഒരു 100 വർഷം മുമ്പ് പോയാൽ മതി. അവിടെ നിന്ന് ജാതിയുമായിട്ട് വിദ്യാഭ്യാസം പോലും വേർതിരിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് മാന്യമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവന്ന ആരാണ്? ക്രൈസ്തവരാണ്. അത് ക്രിസ്ത്യാനി എങ്കിലും അത് അഭിമാനപൂർവ്വം പറയണ്ടേ. അതോടൊപ്പം അതൊരു ശുശ്രൂഷ എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ആദ്യത്തെ കന്യാസ്ത്രീകളെല്ലാം വിദേശത്തുനിന്ന് വന്നവരൊക്കെയാണ്. ആദ്യത്തെ നേഴ്സുമാര് വിദേശത്തുനിന്ന് വന്ന കന്യാസ്ത്രീകളായിരുന്നു. നമ്മളിന്ന് കന്യാസ്ത്രീകളെ അവര് തിരിച്ചൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കല്ലെറിയാനായിട്ട് കൂട്ടുമ്പം അവർ ഈ സമൂഹത്തിന് ചെയ്ത ശുശ്രൂഷകൾ, ഇവിടെ കാരുണ്യ ഭവനങ്ങൾ, ഇവിടെ എന്തുകൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് തെരുവ് കുട്ടികൾ ഇല്ലാതായി? നമ്മുടെ കന്യാസ്ത്രീ അമ്മമാര് തുടങ്ങിയ ബോയ്സ് ഹോമുകളും ഗേൾസ് ഹോമുകളും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് സത്യത്തിന്റെ അംശം ഈ സഭയുടെ കയ്യിലുണ്ട്. അത് തുറന്നു പറയണം. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് ഈ അവര് പറയുന്ന അവര് എറിയുന്ന കല്ലെല്ലാം കൂടെ നമ്മൾ എന്തിനാ നിന്ന് കൊള്ളുന്നേ? അപ്പൊ അവിടെയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഒരു സന്ദേശം കൊടുക്കാൻ സാധിക്കണം. അഭിമാനത്തോടെ നമുക്ക് നമ്മുടെ സത്യം വിളിച്ച് പറയാനായിട്ട് സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പിതാവ് ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. പിതാവ് ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, പഴയ ഒരു തറയിൽ പിതാവിനെ ഞങ്ങൾക്ക് മിസ് ചെയ്യോ? പ്രത്യേകിച്ച് പിതാവിന്റെ പഴയ ഒരു പ്രസംഗ ശൈലി, ഒരു കാലികമായിട്ടുള്ള രീതിയിൽ പ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്ന, ആശയങ്ങൾ അവതരിപ്പിക്കുന്ന പഴയ തറയിൽ പിതാവിനെ മിസ് ചെയ്യോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് നമ്മളാകാനല്ലേ പറ്റുള്ളൂ, വേറെ ആരും ആകാൻ സാധിക്കുകയല്ലോ. അതുകൊണ്ട് അറിയത്തില്ല, നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. പിതാവിന്റെ ഒരു ഇടയ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം പിതാവിന് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പിതാവിന്റെ ഒരു പ്രായം. ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ ആർച്ച് ബിഷപ്പാണ് അങ്ങ്.
നമുക്കറിയാം ആന്റണി പടിയറ പിതാവ് 1970 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനായപ്പോൾ വെറും 49 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ പ്രായമായിട്ട് ബന്ധപ്പെട്ട ഈ സെയിം ചോദ്യം തന്നെ പടിയറ പിതാവ് അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ തന്നെ ചില വെല്ലുവിളികൾ കൂടി ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പ്രായക്കുറവിന്റെ ഈ പിതാവ് വളരെയധികം പ്രായക്കുറവാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ സഭയുടെ തന്നെ വലിയൊരു നേതൃനിരയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു നേതൃത്വം പിതാവിന് ലഭിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ പ്രായക്കുറവിന്റെ ഒരു വെല്ലുവിളികള് പിതാവ് എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിച്ചത്? ഈ പ്രായക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 വയസ്സൊക്കെ പ്രായക്കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സുകാരൻ എന്ത് വിചാരിക്കും? അതാണ് എന്റെ ഒരു സങ്കടം. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ചെറുപ്പക്കാരനായ മെത്രാൻ എന്ന് പറയുമ്പോൾ ഈ ചെറുപ്പക്കാരെല്ലാം എന്നെ നോക്കുമ്പം തലയില് മുടിയൊന്നുമില്ല, പിന്നെ 52 വയസ്സുകൊണ്ട് ഇയാളാണോ ചെറുപ്പക്കാരൻ എന്നവര് ചിന്തിക്കും. അതുകൊണ്ട് 56 വയസ്സെന്ന് പറയുന്നത് റിട്ടയർമെന്റ് ഏജ് ആയിട്ടുള്ള ഒരു നാടാണ്. 56 വയസ്സെന്നുള്ളത് പറയുന്നത് ഈ റിട്ടയർമെന്റ് ഏജ് ആയിട്ടുള്ള ഒരു നാട്ടിൽ 52 വയസ്സ് തീരെ കുറവല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ എത്ര വർഷം ഉണ്ടെന്നുള്ളതൊക്കെ കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലെ? നമ്മള് ഇപ്പൊ കോവിഡ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് ഉറങ്ങുന്നവൻ ഉണരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രായം ഈ പറഞ്ഞതുപോലെ പടിയറ പിതാവ് പറഞ്ഞ മറുപടി തന്നെ ഞാൻ പറയുന്നത്, ഓരോ ദിവസവും പ്രായം കൂടി വന്നോളും. അതുകൊണ്ട് നമുക്ക് ആകെപ്പാടെ തിരുത്താൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം പ്രായമാണ്. അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഒരു വെല്ലുവിളിയായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ചെറുപ്പക്കാരെയും മുതിർന്നവരെയും എല്ലാവരെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടം എന്ന് മാത്രമേ ഞാൻ ഇതിനെ കരുതുന്നുള്ളൂ. പിതാവ് പഴയ പോലെയല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. പിതാവിനെ അറിയാലോ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം, കോവിഡിന് ശേഷമുണ്ടായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വളരെ വേറിട്ടതാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയെ പോലുള്ള വലിയൊരു രൂപതയുടെ ഒരു ആർച്ച് ബിഷപ്പായിട്ട് അങ്ങ് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇടയ ശുശ്രൂഷ സ്വീകരിക്കാനാണോ പിതാവ് ലക്ഷ്യമിടുന്നത്? പിതാവ് പ്രൈമറിലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മേഖലകൾ ഏതൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ ഏറ്റവും അത്യാവശ്യം കമ്മ്യൂണിറ്റിയെ കുറിച്ച് തന്നെയുള്ള ഒരു ആത്മാഭിമാനമാണ്. അവരുടെ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു അഭിമാന ബോധം. ഏതെങ്കിലും ഒരു വിശ്വാസം പോലെ നമ്മുടെ വിശ്വാസം അങ്ങ് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു വ്യത്യാസവും വരുത്താൻ സാധിക്കില്ല. അതേസമയം ഈ സുവിശേഷം, ഗുഡ് ന്യൂസ് കൈമുതലായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ സമൂഹത്തിലെല്ലാം, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം. പക്ഷെ അത് വന്ന് ഏതെങ്കിലും ഒരു വിശ്വാസം പോലെ അങ്ങ് ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വലിയ ചിന്ത, നമ്മളെല്ലാവരും എല്ലാ കാലത്തും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വിശ്വാസ പരിശീലനത്തിലാണ്. ചെറുപ്പം മുതലുള്ള വിശ്വാസ പരിശീലനത്തിൽ ഈശോ മിശിഹായെ കുറിച്ചും അവൻ ഏകരക്ഷകനാണെന്നതിനെ കുറിച്ചും അവനിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും ആ രക്ഷ തുടരാൻ വേണ്ടി അവൻ രൂപീകരിച്ച ഈ സമൂഹത്തെക്കുറിച്ചുമൊക്കെയുള്ള നല്ല ഒരു അഭിമാന ബോധം വളർത്തിയെടുക്കുക. അത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ സമൂഹം ഒന്നായിട്ട് പൊക്കോളും. അതല്ലാതെ നമ്മൾ കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല. അത് ആ ചെറുപ്രായം മുതലേ ഈ സഭയുടെ നന്മകൾ പറഞ്ഞു പഠിപ്പിക്കുകയും നന്മയോടെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു നല്ല കമ്മ്യൂണിറ്റിയെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു എന്റെയൊന്നോ അല്ലെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ പതിയേണ്ട മേഖല വിശ്വാസ പരിശീലനം തന്നെയാണ്. നമ്മുടെ സീറോ മലബാർ സഭയുടെ ഇത്തവണത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ഒരു തീം വിശ്വാസ പരിശീലനത്തിന്റെ നവീകരണമായിരുന്നു. കാരണം സഭ മുഴുവനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോ നമ്മുടെ ജനത്തെ കുറ്റം പറയും എന്ന് പറഞ്ഞാൽ അവരൊരുമിച്ച് നിൽക്കുന്നില്ല. കാരണം ഇവർക്കിത് അറിയില്ല. ദേ ആർ നോട്ട് പ്രൗഡ് ഓഫ് വാട്ട് ദേ ആർ ഹാവിങ്. അതുകൊണ്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനർഘനിധിയെ കുറിച്ച് അവർക്കൊരു അഭിമാന ബോധമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാത്തത്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിതാവ് വിശ്വാസ പരിശീലനത്തെ കുറിച്ച് സൂചിപ്പിച്ചു. നമുക്കറിയാം, നമുക്ക് നമ്മുടെ കുട്ടികളെ ഞായറാഴ്ച ഒരു 2-3 മാക്സിമം ഒരു 3 മണിക്കൂർ നമുക്ക് പള്ളിയിൽ ലഭിക്കുന്നു. അവിടെ നമ്മൾ മതബോധനം പറഞ്ഞു കൊടുക്കുന്നു, വിശ്വാസ പരിശീലനം നൽകുന്നു. പക്ഷെ അതിനുശേഷം വരുന്ന ആഴ്ചയിൽ 6 ദിവസവും അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഒരു
തുടർ പരിശീലനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസ പരിശീലനത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റം, അപ്ഡേഷൻ? കാരണം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, സഭാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അത് ലിബറൽ ചിന്താഗതി ആയിക്കോട്ടെ, ഒരു ലെഫ്റ്റ് ചിന്താഗതി ആയിക്കോട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് മിഠായിക്കടലാസിൽ പൊതിഞ്ഞാണ് കൊടുക്കുന്നത്. മറു സൈഡിൽ വേദപാഠത്തിന്റെ നമ്മളൊരു പ്രസന്റേഷൻ ലോകത്തിന്റെ ആംഗിൾ നോക്കുമ്പോൾ അത്ര ഒരു ആശ അല്ലെങ്കിൽ ഒരു മനോഹര അതിൽ തോന്നാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു കാലോചിതമായിട്ടുള്ള ഒരു അപ്ഡേഷൻ, ഒപ്പം തന്നെ ഒരു തുടർ പരിശീലനം കുടുംബങ്ങളിൽ ആ രീതിയിലേക്ക് കൂടി ഫോക്കസ് ചെയ്യേണ്ട കാലഘട്ടം. തീർച്ചയായിട്ടും ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നമ്മളെപ്പോഴും ഈ വേദപാഠം എല്ലാം പഠിപ്പിക്കുന്നത് വളരെ നല്ല ഒരു മനസ്സോടു കൂടിയാണ്, ആരെയും ഒഫൻഡ് ചെയ്യാതെ, എന്നാൽ നമ്മുടെ സത്യം മാത്രം പറഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ്. ഞാൻ അതുകൊണ്ടാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ വേദപാഠത്തിലൂടെ നമ്മൾ ആരെയും തീവ്രവാദികളാക്കുന്നില്ല, അതേസമയം തീഷ്ണവതികളെയും നമ്മൾ ജനിപ്പിക്കുന്നില്ല. തീഷ്ണവതികളും ഇല്ല, തീവ്രവാദികളും ഇല്ല. പക്ഷേ എനിക്കൊന്ന് മാറുന്ന കാലഘട്ടത്തിൽ മറ്റ് ചില തീവ്രവാദ രീതിയിലുള്ള മതപ്രചരണങ്ങളെല്ലാം നടക്കുന്ന ഒരു സമൂഹത്തിൽ മതപ്രചരണത്തിന് വഴിവിട്ട വഴികൾ പോലും ചിലര് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ അതിനെ പ്രതിരോധിക്കാൻ പര്യാപ്തരാണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സാരമായ സംശയമുണ്ട്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ വിലയിരുത്തി നമ്മുടെ വിശ്വാസം എന്താണെന്ന് കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. വിശ്വാസത്തെ പ്രതിരോധിക്കാൻ, അത് സ്നേഹത്തോടെ പറയാനും പറഞ്ഞു പഠിപ്പിക്കാനും പര്യാപ്തരാകത്തക്ക രീതിയിൽ നമുക്ക് അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ തുടർ പരിശീലനം എന്ന് പറയുന്നത്, നമ്മുടെ സംഘടനകളെല്ലാം വിശ്വാസ പരിശീലനത്തിന് വേണ്ടിയാണ്. നമ്മുടെ യുവജനങ്ങളുടെ SMYM ആണെങ്കിലും, മാതൃവേദിയാണെങ്കിലും, പിതൃവേദിയാണെങ്കിലും, ഈവൻ സീനിയർ സിറ്റിസൺ ഫോറം വരെ ആണെങ്കിലും അതെല്ലാം തുടർ പരിശീലനമാണ് വിശ്വാസത്തിന്റെ. പക്ഷെ ആ രീതിയിൽ അത് നൽകപ്പെടുന്നുണ്ടോ, അതിനെ അത് എടുക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് വിലയിരുത്തേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ മതബോധനമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി തന്നെയാണ്. നമ്മുടെ പല വിശ്വാസ സത്യങ്ങളും അത് പല ഒരു മിസ്റ്ററി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു ന്യൂജൻ തലമുറയ്ക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൂടുന്നില്ല. ഞാൻ ചോദിക്കാൻ കാരണം, നമുക്കറിയാം ഈ ഇസ്ലാമിക് സ്റ്റേറ്റില് ഈ പ്രണയക്കണിയിൽപ്പെട്ട് ചേർന്ന ഒരു സോണിയ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം അവരുടെ ഒരു പ്രഭാഷണ വേദിയിൽ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതിനെ പറ്റി ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീത്വത്തെ കുറിച്ച് ആൾക്കൊരു ഡൗട്ട് തോന്നി. ആ സ്ത്രീത്വം എന്താണ്, അപ്പം അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ആരും ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ മറു സൈഡിൽ നിന്ന് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി തെറ്റിദ്ധാരണാജനകമായ ചില പ്രസന്റേഷൻ ലഭിക്കുന്നു. അപ്പൊ അതിലേക്ക് ആകർഷണമാകുന്നു, പിന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ മിസ്റ്ററി, വിശ്വാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ മിസ്റ്ററി, അത് കുറെ കൂടി കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ അത് പ്രസന്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചില്ലേ? മിസ്റ്ററി മനസ്സിലാവുമോ പൂർണ്ണമായിട്ട്? പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ആരാ ഉള്ളത്? എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. പരിശുദ്ധ കുർബാന എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരാളുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഞാന് 10-25 വർഷമായി കുർബാന അർപ്പിക്കുന്നു, ഏതാണ്ട് 52 വർഷമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുന്നു. പക്ഷെ പരിശുദ്ധ കുർബാന പൂർണ്ണമായിട്ട് മനസ്സിലായോ? ഇല്ല. ഒരുപക്ഷെ മറ്റൊരു മതത്തിലേക്ക് പോയ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പഴയ അച്ചായമാരും അമ്മച്ചിമാരും നമ്മുടെ വിശ്വാസത്തിൽ നിലനിന്നത് അവർക്ക് പരിശുദ്ധത്വം മനസ്സിലായിട്ടൊന്നും അല്ലല്ലോ. നമ്മൾ എപ്പോഴും ഓർക്കണം, സയൻസും ഫെയ്ത്തും രണ്ടും രണ്ടാണ്. സയൻസിന്റെ മെത്തഡോളജിയാണ് ഈ ഒബ്ജക്റ്റീവ് വെരിഫിക്കേഷൻ. എല്ലാം കൃത്യമായിട്ട് ലോജിക്കലായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ മെത്തഡോളജിയാണ്. അത് വെച്ച് വിശ്വാസത്തെ അളന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാ ശരിയാകുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് ലോജിക്കിന് അപ്പുറത്തെ ഒരു കാര്യമാണ്. ഇപ്പോ വിശുദ്ധനായ അഗസ്തീനോസ്, അദ്ദേഹം പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അല്ലെ കടൽപ്പുറത്തോട് നടക്കുമ്പോഴാണല്ലോ ഒരു കൊച്ചു കുട്ടി കടൽ വെള്ളം ഒരു കൊച്ചു കുഴിക്കാത്ത വറ്റുക, നീ എന്നാ എടുക്കുക, ഞാൻ ഈ കടൽ വെള്ളം മുഴുവൻ വറ്റിക്കുക, നീ എന്നാ മണ്ടത്തരാ കാണിക്കുന്നത്, അതിനേക്കാളും വലിയ മണ്ടത്തരാ ഇയാള് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പരിശുദ്ധ കുർബാനയാണെങ്കിലും അതൊരു രഹസ്യമാണ്. അതിനെ ആ രീതിയിൽ നമ്മൾ കാണണം. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാന, പ്രത്യേകിച്ച് നമ്മുടെ പൗരസ്ത്യ സഭകളില് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ രഹസ്യാത്മകതയുടെ പ്രതീകങ്ങൾ ഒത്തിരി ധാരാളമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അത് പറ്റിയല്ല, അതെല്ലാം ലോജിക്കലാവണം. അവ എല്ലാം ലോജിക്കലാക്കാനുള്ള ഒരു പ്രലോഭനം, അതും ഈ ഒരു സെക്കുലറൈസേഷന്റെ ഒരു ട്രെൻഡാണ്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ഇതെല്ലാം കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതിനേക്കാളും മിസ്റ്ററി എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് അത് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടി. ഇപ്പം പരിശുദ്ധ തൃത്വത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അത് സുവിശേഷങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈശോ മിശിഹായ എന്ന ഒറ്റ വ്യക്തിയിലേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് ഈശോ മിശിഹാ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. അതിനകത്ത് ലോജിക് ഇല്ല, ആർഗ്യുമെന്റേഷൻ ഇല്ല.
പക്ഷേ നമുക്ക് വെറുതെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് മനുഷ്യര് 10 പേര് കൂടി ഇത് എങ്ങനെയാ ശരിയാകുന്നത്? ഈ വിശ്വാസത്തിൽ എവിടെയാണ് ലോജിക് ഉള്ളത്? പല കാര്യങ്ങളിലും ലോജിക്കില്ല. ഇപ്പോ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു, അതിനകത്ത് എവിടെയാണ് യുക്തി ഉള്ളത്? അതെങ്ങനെ ആർക്കാണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അപ്പത്തിൽ, ഒരു കുഞ്ഞ് ഗോതമ്പപ്പത്തിൽ ഈശോ മിശിഹ വരുന്നു, ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറുന്നു. ഇത് ലോകത്താരാണ് വിശ്വസിക്കാൻ പോകുന്നത്? മീൻസ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കുന്നത്. ബുദ്ധിക്ക് അതീതമായ രഹസ്യങ്ങളാണ്. നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ബുദ്ധിക്ക് അതീതമായ രഹസ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രതീകങ്ങളിലൂടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ ചിലപ്പോഴേക്ക് അച്ഛന്മാരോട് പറയാറുണ്ട്, നിങ്ങളിങ്ങനെ കുർബാനയെ ഇങ്ങനെ ഇഴകേറി എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. യു സെലിബ്രേറ്റ് ഇറ്റ് വെൽ. അല്ല, ആഘോഷമായിട്ട് ഭക്തിയോടുകൂടി പരിശുദ്ധ കുർബാന സെലിബ്രേറ്റ് ചെയ്യുക. ജനം എല്ലാം കൂടെ അതിനകത്ത് അങ്ങ് ഉൾച്ചേർന്നു എല്ലാ പ്രതീകങ്ങളും ഉപയോഗിക്കുക. ധൂപാർപ്പണമൊക്കെ നടത്തി മനോഹരമായ നമ്മുടെ തിരുവസ്ത്രങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ധരിച്ച് അതിന്റെ ആ ഒരു നല്ല ഭക്തിയോടുകൂടി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സീക്രട്ട് സ്പേസിലേക്ക് ആൾക്കാർ കയറിയിരിക്കുന്നത് പോലെ അങ്ങ് തോന്നുകയാണ്. അതവരെ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ ആഴപ്പെടുത്തും. അതുകൊണ്ട് യുക്തിപരമായ വിശദീകരണങ്ങൾക്കല്ല നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ സാധിക്കുക. എളിമയോടുകൂടി ചില ദിവ്യരഹസ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ആ ഭാവത്തിലാണ് നമുക്ക് വിശ്വാസം വളർത്താൻ സാധിക്കും. ഞങ്ങൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, സെമിനാരിയിലൊക്കെ ചേരുന്ന കുട്ടികൾ നല്ല ഭക്തിയോടുകൂടിയാണ് വരുന്നത്. അവരെ ഞങ്ങൾ ഈ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം പഠിപ്പിച്ച് തലയിലല്ല യുക്തി തലയിൽ കയറ്റി വെച്ച് അവരെ പുറത്തേക്ക് വിടുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. ഭക്തിയോടുകൂടി വരുന്ന മനുഷ്യനെ ശാസ്ത്രം എല്ലാം പഠിപ്പിച്ച് യുക്തി കുത്തി നിറച്ച് നമ്മൾ പുറത്തോട്ട് ഇറക്കി വിടുകയാണ്. അപ്പോ അതാണ് യുക്തി വേണം, യുക്തി വേണ്ടെന്നല്ല. പക്ഷെ യുക്തിക്ക് അതീതമായ ചില രഹസ്യങ്ങളുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില രഹസ്യങ്ങൾ, എനിക്ക് മനസ്സിലാകാത്തതിന്റെ പേരിൽ അതിനകത്തൊന്നും യാഥാർത്ഥ്യമില്ല എന്ന് പറയരുതെന്നും ഒക്കെയുള്ള ഒരു സാമാന്യ ബോധം, അതാണ് നമുക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു.